ചക്കയും മാങ്ങുന്നല്ലോ. ഇന്ന് ചക്കയും മാങ്ങയൊന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മളെ ഉണക്കമീൻ പൊരിച്ചത് കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കൈപ്പങ്ങ കൊണ്ടൊരു പുളിയിട്ട തീയൽ കേട്ടോ. ഇന്ന് എന്താണ് ഇപ്പം നമ്മൾ കറി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു പഴുത്ത പാവയ്ക്ക, അതായത് കൈപ്പങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കണ്ടേ. അപ്പം ഇങ്ങനെ ഒരു കറി മുമ്പ് ഉണ്ടാക്കിയിരുന്നു, ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഉണക്കമീനിന് ഇതും ബെസ്റ്റാണ്, ഇത് രണ്ടും കൂടി. അപ്പം ഇന്ന് ആ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. കടുക് പൊട്ടിച്ചിട്ട്, വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, പിന്നെ ചെറിയ ജീരകത്തോട്ട് നല്ലോണം മൂപ്പിച്ചു, എന്നിട്ട് അതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, വീണ്ടും ഇങ്ങനെ വഴറ്റി കൊടുത്തു, എന്നിട്ട് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൈപ്പങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ വാളമ്പുളിയില്ലേ, അതാണ് കേട്ടോ, അത് വെള്ളത്തിൽ ഇട്ട് തരുന്നു. അതൊന്ന് ഇതിക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ കൈപ്പങ്ങേൻ്റെ തീയലൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. നോക്കിയേ, ചാറിന് ചാറുമായി, കഷ്ണത്തിന് കഷ്ണമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണക്കാം. ഇനി ഒന്നും നോക്കാമല്ല, ചോറിനാണ് കേട്ടോ. അപ്പം നമ്മളെ ഉച്ചക്കത്തെ സ്പെഷ്യലാണിത്, കൈപ്പങ്ങ തീയലും ഉണക്കലിമീനും വറുത്തതും കേട്ടോ. കൂട്ടിൻ്റെ ഒരു ചോറിനല്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഉണ്ടാക്കിയൊരു അഭിപ്രായം പറയണേ.